നമസ്കാരം. 2025 സെപ്റ്റംബറിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉയർന്നു വരുന്നത്. ഇതിനുശേഷം പലരും അറസ്റ്റിലായി. ഈ പ്രതികളെല്ലാവരും തന്നെ SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് സ്വാഭാവിക ജാമ്യം നേടി പുറത്തിറങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പുറത്തു വരുന്ന കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന PS പ്രശാന്ത് അപ്പോഴും സംരക്ഷിക്കപ്പെടുകയായിരുന്നു. പ്രശാന്തിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു ഭാഗം 2025 നവംബറിലെ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് കണ്ടവരെല്ലാം തന്നെ പ്രശാന്ത് വരുന്ന ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുണ്ടായില്ല. പ്രശാന്തിനെ SIT ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതുപോലും മൊഴിയെടുക്കൽ എന്ന പേരിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു. മറ്റെല്ലാ പ്രതികളെയും പരസ്യമായി വിളിച്ചു വരുത്തുകയും അവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോഴും മാധ്യമങ്ങളെ അവരുടെ മുന്നിൽ എത്തിക്കുമ്പോഴും ഒന്നും പ്രശാന്തിൻ്റെ കാര്യത്തിൽ അതുണ്ടായിരുന്നില്ല. പ്രശാന്ത് സംരക്ഷിക്കപ്പെടുകയാണ്, അതിൻ്റെ പിന്നിൽ ആരൊക്കെയോ ഉണ്ട് എന്നുള്ളൊരു തോന്നലൊക്കെ പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. എന്നാൽ പ്രശാന്തിനെ 2 ദിവസം മുൻപ് അറസ്റ്റ് ചെയ്തു. അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം അടുത്ത 2 പേരെ കൂടി അറസ്റ്റ് ചെയ്ത് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമമാണോ എന്നുള്ളൊരു സംശയം പൊതുസമൂഹത്തിനുണ്ട്. കാരണം കടകംപള്ളിയും കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചുള്ള തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ ഒന്നിലേറെ തവണ കടകംപള്ളി സന്ദർശിച്ചതും പിന്നീട് ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും മറ്റ് പോലീസ് ഓഫീസറും ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചിരിക്കുന്ന ചിത്രവുമൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രന് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പോറ്റിയുടെ വീട്ടിൽ പോയതുപോലും തനിക്ക് ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കൈ കഴുകാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് തെളിവുകൾ സഹിതം പുറത്തു വന്നപ്പോൾ മാധ്യമപ്രവർത്തകർ അതൊക്കെ ചോദിച്ചപ്പോൾ കടകംപള്ളിക്ക് ഉത്തരം മുട്ടി എന്നുള്ളത് മറ്റൊരു കാര്യം. പക്ഷേ അപ്പോഴും ഇപ്പോഴും കടകംപള്ളി സുരക്ഷിതനായി നിൽക്കുകയാണ് എന്നുള്ളൊരു തോന്നൽ പൊതുസമൂഹത്തിനുണ്ട്. വാസവനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും വാസവന്റെ കാലത്താണ് ഈ കൊള്ള നടന്നത്. ആ സമയത്താണ് PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്നത്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കാനാണോ SITയുടെ ശ്രമം എന്ന് ഉള്ള ഒരു സംശയം ഇപ്പോൾ ഉയരുന്നുണ്ട്. കാരണം 2026 ജൂൺ 29 പ്രശാന്തിനെ പ്രതി ചേർക്കണം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ജൂലൈ 2-ാം തീയതി കടകംപള്ളി ഒരു സ്കൂട്ടറിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനോടൊപ്പം സുഹൃത്തിൻ്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തുന്നു. അതിൽ തന്നെ അസ്വാഭാവികതയുണ്ട്. ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ പോലും, എന്തെങ്കിലും അത്തരത്തിലൊരു ആവശ്യമാണെങ്കിൽ പോലും ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ തീരാവുന്ന ഒരു വിഷയത്തിന് കടകംപള്ളിയെപ്പോലെ ഒരു മുതിർന്ന CPM നേതാവ്, അതും മുൻ മന്ത്രി, ഇത്തരം ഒരു സാഹചര്യത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ കുറിച്ചുള്ള സംശയം ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലേക്ക് വരുമ്പോൾ അത് തീർത്തും അസ്വാഭാവികം തന്നെയാണ്. അപ്പോഴും കടകംപള്ളി സുരക്ഷിതനായി നിൽക്കുകയാണ്. ഇവിടെ PS പ്രശാന്തും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളും കൂടി ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ വന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും PS പ്രശാന്തുമായിട്ടൊക്കെ വളരെ കാലത്തെ പരിചയമുണ്ട്. PS പ്രശാന്തിൻ്റെ അച്ഛൻ ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു, പ്രാദേശിക നേതാവായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പകാലം മുതൽ തന്നെ രമേശ് ചെന്നിത്തലയുമായും ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുമായിട്ടൊക്കെ പ്രശാന്തിൻ്റെ അച്ഛൻ CP നായർക്ക് ബന്ധമുണ്ടായിരുന്നു. ആ അച്ഛൻ്റെ പിൻപറ്റിയാണ് പ്രശാന്ത് പാർട്ടിയിലേക്ക് വരുന്നതും പിന്നീട് കോൺഗ്രസിൽ നിന്ന് പല ആനുകൂല്യങ്ങൾ നേടി പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നതുമൊക്കെ. പ്രശാന്ത് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴും കടകംപള്ളിയും VN വാസവനും സുരക്ഷിതരായി പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുള്ള തെളിവുകളടക്കം പുറത്തു വന്നിട്ടും കടകംപള്ളി സുരേന്ദ്രനെയും VN വാസവനെയും സംരക്ഷിച്ചു പിടിച്ചുകൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണോ എന്നുള്ളതാണ് പൊതുസമൂഹം ഇപ്പോൾ ഉയർത്തുന്ന ഒരു ആശങ്ക. എന്തായാലും വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും.